നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ ശൈലജ ടീച്ചർ മത്സരിക്കുമോ? ചോദ്യം ശക്തമാവുകയാണ്. തിരഞ്ഞെടുപ്പ് ചൂട്, തിരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. ആരൊക്കെ എവിടേക്ക് ഇറക്കണം, ആരൊക്കെ ഏത് അംഗത്തട്ടിലേക്കാണ് പോകുന്നത്, മുന്നണികളും പാർട്ടികളും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചയിലാണ്. തീരുമാനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് കണ്ണൂരിലെ മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന നിലപാട് കെ ശൈലജയ്ക്കുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. ഇക്കാര്യം CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. ശൈലജയെ വെട്ടാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ കെ ശൈലജയ്ക്ക് അതൃപ്തിയുണ്ടെന്നാണ് വിവരം. കണ്ണൂരിലെ മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ ശൈലജയ്ക്ക് താല്പര്യം. അവിടെ കിട്ടിയില്ല എങ്കിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് തീർത്തും ഒരു നിലപാടിലേക്ക് കെ ശൈലജ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യം CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു തീരുമാനം, നേതൃത്വത്തിന്റെ തീരുമാനം എന്താകും എന്നതും ഒരു ചോദ്യം തന്നെയാണ്. 5 വട്ടം മത്സരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് കെ ശൈലജ ഇനി മത്സരിക്കേണ്ട എന്ന നിലപാട് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. മട്ടന്നൂർ അല്ലെങ്കിൽ കെ ശൈലജയെ പേരാവൂരിൽ പരിഗണിക്കാനാണ് സാധ്യത. മാത്രമല്ല, തളിപ്പറമ്പിൽ സുകന്യയുടെ പേരിനോടും പാർട്ടിയിൽ വലിയ രീതിയിലുള്ള വിയോജിപ്പുകളുണ്ട്. അവർ മത്സരിക്കുന്നതിനോടും എതിർപ്പുകളുണ്ട് എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. സുകന്യയെ വെട്ടാനാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തളിപ്പറമ്പിൽ MP നികേഷ് കുമാറിനെ നിർത്താനാണ് MP ഗോവിന്ദന് താല്പര്യമെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. നികേഷിനെ മത്സരിപ്പിക്കണമെന്ന നിലപാട് MP ഗോവിന്ദനുണ്ട്. സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിനെ ചൊല്ലി കണ്ണൂരിൽ തർക്കമുണ്ട്. കാരായി രാജൻ നിന്നാൽ മറ്റിടങ്ങളിൽ തിരിച്ചടിയാകുമോ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. ഹാട്രിക് ഭരണം ലക്ഷ്യമിട്ടാണ് CPM ഇറങ്ങുന്നത്. CPMന്റെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ ശൈലജ ഉൾപ്പെടും. സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം കിട്ടിയതിന് പിന്നാലെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നടപടി. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന്റെ പേരാണ് ശുപാർശ ചെയ്തത്. മട്ടന്നൂരിൽ കെ ശൈലജയ്ക്ക് പരിഗണനയുണ്ട്. പക്ഷേ ശൈലജയുടെ കാര്യം തീരുമാനിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഒഴിയുന്ന തളിപ്പറമ്പിൽ ആരായിരിക്കും എന്ന ചോദ്യമാണ് നിലവിൽ ഏറ്റവും ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന കാര്യം. മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെയോ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമനെയോ പരിഗണിക്കാമെന്ന നിർദ്ദേശവും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നുണ്ട്. തളിപ്പറമ്പിൽ ശൈലജയ്ക്ക് പുറമെ MP ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N സുകന്യ തുടങ്ങിയ പേരുകളും പരിഗണനയിലുണ്ട്. മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണ് N സുകന്യ. MP ഗോവിന്ദന്റെ ഭാര്യയും ആന്തൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സണുമായ PK ശ്യാമളയുടെ പേരിന് പിന്തുണ കിട്ടിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. AN ഷംഷീർ ഇത്തവണ മത്സരിക്കുമോ? അതും ഒരു ചോദ്യമാണ്. അങ്ങനെ വന്നാൽ തലശ്ശേരിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, MP ജയരാജൻ എന്നീ പേരുകൾ ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയാണ്. പയ്യന്നൂരിൽ TI മധുസൂദനന് 2ാം തവണയും അവസരം നൽകും എന്ന ഉറപ്പാണ്. മധുസൂദനെ മാറ്റിയാൽ രക്തസാക്ഷി ഫണ്ട് ദുർവിനിയോഗം അടക്കമുള്ള ആരോപണം ശരിവയ്ക്കുന്നതിന് തുല്യമാകുമെന്നതും പിന്നിലുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ P ജയരാജൻ, P ശശി, ജില്ലാ കമ്മിറ്റി അംഗം MP നികേഷ് കുമാർ എന്നിവരെ ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും ഒരു സൂചനകളൊക്കെ പുറത്തു വരുന്നത് ഇപ്രകാരമാണ്. അഴീക്കോട്ട് KV സുമേഷ്, കല്യാശ്ശേരിയിൽ M വിജിൻ, പേരാവൂരിൽ CPM ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്നിവർ മത്സരിക്കും. കണ്ണൂരിലും കൂത്തുപറമ്പിലും ഘടകകക്ഷികളാകും മത്സരിക്കുക. എന്തായാലും അന്തിമ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ CPM PBയിൽ നിന്ന് ആരൊക്കെ മത്സരിക്കുമെന്നതിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഡൽഹിയിൽ ചേരുന്ന പൊളിറ്റ് ബ്യൂറോ യോഗം ഇത് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിക്ക് പുറമെ PBയിൽ നിന്ന് A വിജയരാഘവൻ മത്സരിക്കണോ എന്നതിലും തീരുമാനം ഉണ്ടാകും. A വിജയരാഘവൻ മത്സരിച്ചാൽ ഇരിങ്ങാലക്കുടയിലാകും സ്ഥാനാർത്ഥിയാവുക. PB അംഗമായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ സംഘടനാ ചുമതലകളെ തുടർന്ന് മത്സരിച്ചേക്കില്ല. എങ്കിലും അന്തിമ തീരുമാനം PB തന്നെയാണ് എടുക്കേണ്ടത്. അതേസമയം പാലക്കാട് P സരിന്റെ പേര് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. മറ്റു മുന്നണികളുടെ തീരുമാനം ശേഷമാകും ഇക്കാര്യത്തിൽ പ്രഖ്യാപനം. തൃത്താലയിൽ MP രാജേഷ്, ആലത്തൂരിലും നെന്മാറയിൽ 2 ടൈം പൂർത്തിയാക്കിയവർ മാറും. കൊച്ചി കോർപ്പറേഷൻ മുൻ മേയർ M അനിൽകുമാറിന്റെ പേര് 2 പാർട്ടി പരിഗണിക്കുന്നുണ്ട്. BJP സംസ്ഥാന സെക്രട്ടറിയായിരുന്ന AK നസീറിനെ ആലുവയിലും പരിഗണിക്കുന്നുണ്ട്. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റാണ് പേരുകൾ മേൽഘടകത്തിന് കൈമാറിയത്. തൃപ്പൂണിത്തുറ, എറണാകുളം മണ്ഡലങ്ങളിലേക്ക് അനിൽകുമാറിനെ കൂടാതെ മുൻ MLA M സ്വരാജ്, KS അരുൺകുമാർ എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. തൃക്കാക്കര സീറ്റിൽ ഏരിയ സെക്രട്ടറി AG ഉദയകുമാർ, TK എൽദോ എന്നീ പേരുകളാണ് താഴെ തട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി താല്പര്യപ്രകാരമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നുണ്ട്. ജില്ലയിലെ 5 സിറ്റിംഗ് MLA-മാരെയും മത്സരിപ്പിക്കാൻ നേരത്തെ ധാരണയായതാണ്. മാത്രമല്ല, സെക്രട്ടേറിയറ്റിലും ഈ ഒരു കാര്യം ആവർത്തിച്ചു. അതനുസരിച്ച് കോതമംഗലത്ത് ആന്റണി ജോൺ, കൊച്ചിയിൽ KJ മാക്സി, കളമശ്ശേരിയിൽ മന്ത്രി P രാജീവ്, കുന്നത്തുനാട് PV ശ്രീനിജൻ,
വൈപ്പിനിൽ KN ഉണ്ണികൃഷ്ണൻ എന്നിവർ വീണ്ടും സ്ഥാനാർത്ഥികളാകും. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. G സുധാകരൻ വീണ്ടും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷെ ആലപ്പുഴയിൽ നിന്ന് പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ചോദ്യചിഹ്നമാണ്. R നാസർ സ്ഥാനാർത്ഥിയായാൽ KH ബാബുജാനോ മനു C പുളിക്കലോ ജില്ലാ സെക്രട്ടറി ആകാനാണ് സാധ്യത. കായംകുളത്തും അരൂരിലുമാണ് R നാസറിന്റെ പേര് CPM ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത്. തീരുമാനം സംസ്ഥാന കമ്മിറ്റി സ്വീകരിക്കും. MLA എന്ന നിലയിൽ ഒരു ടേം മാത്രം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ അരൂരിൽ നിന്ന് ദലീമയെ മാറ്റാൻ സാധ്യതയില്ല എന്ന് സൂചന. ദലീമയെ ഒഴിവാക്കിയാൽ വനിതാ ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ലാതാകുമെന്ന ഒരു വിമർശനം ഉയരാനുള്ള സാധ്യതയുണ്ട്. കായംകുളത്ത് U പ്രതിഭ 2 തവണ MLA ആയി. നേരത്തെ വിഭാഗീയ പ്രവണതകൾ ശക്തമായിരുന്ന കായംകുളത്ത് ജില്ലാ സെക്രട്ടറി തന്നെ മത്സരിക്കുമ്പോൾ അത്തരം നീക്കങ്ങൾ ഉണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നഷ്ടമായ മേധാവിത്വം LDFും CPMും തിരിച്ചു പിടിക്കുകയും ചെയ്തു. നാസറിന് പുറമെ U പ്രതിഭ, സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ എന്നിവരുടെ പേരുകളും കായംകുളത്ത് പരിഗണിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. G സുധാകരനെ മത്സരിപ്പിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർന്നിരുന്നു. അപ്പോൾ R നാസറാണ് ഈ ചോദ്യം ഉയർത്തിയത്. തുടർന്ന് മറ്റു 3 അംഗങ്ങളും സുധാകരനെ മത്സരിപ്പിക്കുന്നത് നല്ലതാണെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു. പ്രായപരിധി 2 ടേം നിബന്ധനകൾ പ്രകാരം മാറ്റി നിർത്തിയവരുടെ കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച വേണ്ടെന്നും അക്കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. തോമസ് ഐസക്, AM ആരിഫ് എന്നിവരെ അരൂരിലേക്ക് പരിഗണിക്കുന്നു എന്ന പ്രചാരണം ശക്തമായിരുന്നെങ്കിലും ആലപ്പുഴയിൽ നിന്ന് ഇവരുടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടില്ല. സജി ചെറിയാൻ, PP ചിത്തരഞ്ജൻ, H സലാം, MS അരുൺകുമാർ എന്നിവർ നിലവിലുള്ള മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. മത്സരത്തിനില്ലെന്ന് പറഞ്ഞ K സുരേഷ് കുറുപ്പിനെ ഉൾപ്പെടുത്തിയും ജെയ്ക് C തോമസിനെ ഒഴിവാക്കിയുമാണ് കോട്ടയത്ത് CPM സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനാണ് സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് എമ്മിന്റെയും CPIയുടെയും സീറ്റുകളിൽ സിറ്റിംഗ് MLAമാർ വീണ്ടും മത്സരിക്കും. എന്തായാലും സ്വാഭാവികമായിട്ടും അതൃപ്തികൾ, അതായത് ഒരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തയ്യാറാകുമ്പോൾ ഉണ്ടാകാവുന്ന അതൃപ്തികൾ, അത് തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളും അത്തരത്തിലുള്ള അതൃപ്തികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ഇനി അന്തിമ രൂപം ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കും, ആര് വാഴും ആര് വീഴും, ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനിയും ദിവസങ്ങൾ ബാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.